ഓഗസ്റ്റ് 11-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഒരു വിശാൽഘട്ട് ഫോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയാണ്. ആക്ച്വലി ഈ ഒരു സെഞ്ചുറീസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ഫോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസും മറ്റുമൊക്കെ വാർത്തയിൽ വന്നത് ഇത് ലോക്കലായിട്ട് വന്നൊരു വാർത്തയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ ഒരു ഫോർട്ട് എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കുകയാണ്. മഹാരാഷ്ട്രയിലാണ് ഈ ഒരു ഫോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു വിശാൽഘട്ട് ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് 1999 തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഫോർട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വലി ഇപ്പോൾ വാർത്തയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ എൻക്രോച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഈ കോട്ടയുടെ പ്രദേശത്തേക്കും മറ്റുമൊക്കെ ആൾക്കാർ അതിക്രമിച്ച് കയറുന്നുണ്ട്, അവർ ഈ പ്രദേശത്തേക്ക് അവരുടെ പ്രദേശമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. 2021 ഒരു സർവേ നടത്തിയപ്പോൾ 21 വീടുകളെ ഇതിൻ്റെ അടുത്തുള്ളത് ലെജിറ്റിമേറ്റ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 158ഓളം ആൾക്കാരുടെ കയ്യിൽ പ്രോപ്പർട്ടീസ് ഉള്ളത് അതെല്ലാം തന്നെ എൻക്രോച്ച്മെൻ്റ് ആണെന്ന് അന്നേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അവിടെ ഒരു ചെറിയൊരു കൂട്ട അടി അല്ലെങ്കിൽ ഒരു മോബ് വയലൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും റൈറ്റ് വിങ് ഹിന്ദു ഓർഗനൈസേഷൻസ് ഇവിടെയുള്ള ആൾക്കാരെ, അതായത് ഈ ഒരു എൻക്രോച്ച്മെൻറ്റുകളെന്ന് ഗവൺമെൻറ് പറഞ്ഞ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കും. അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതാണ് ഇത് വാർത്തയിൽ വരാൻ വേണ്ടി കാരണം. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ വിശാൽഘട്ട് ഫോർട്ട് എവിടെയാണ്, എന്താണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളതാണ്. വിശാൽഘട്ട് അതിനെ തന്നെയാണ് വിശാൽഘട്ട് എന്നുള്ള രീതിയിൽ ഘട്ട് തന്നെ വായിക്കുക എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഖേൽന എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഖിൽന എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി മറാത്ത എംപയർ കാലഘട്ടത്ത് ഒരു ജാഗീർ ആയിരുന്ന സ്ഥലമായിരുന്നു. ജാഗീർ എന്ന് വെച്ചാൽ ഒരു ഭൂവുടമയുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു മറാത്ത എംപയറിൻ്റെ കീഴിലായിട്ട് വരുന്നത്. അപ്പോൾ പിന്നീട് ഇത് ബ്രിട്ടീഷ് രാജിൻ്റെ കീഴിൽ ഡെക്കാൻ സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഹിസ്റ്ററിയിൽ വിശാൽഘട്ട് ഫോർട്ടിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബഹാമണി റൂളിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു ഫോർട്ട്, അവിടെ ഷിർക്കെ ക്ലാൻ ഈ ഒരു ഫോർട്ട് റൂൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ ഫോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇതിനെ ഖേൽന എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പേരാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹം ഈ ഒരു പൻഹ സീജിൻ്റെ സമയത്ത് 1660കളിലെ യുദ്ധസമയത്ത് അദ്ദേഹം ഇവിടെ റെഫ്യൂജി ആയിട്ട്, അഭയാർത്ഥിയായിട്ട് ഈ ഒരു ഫോർട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നതായിട്ടുള്ളത്. ഇതുപോലെ 1844 ഇവിടെ ഒരു റബലിയൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ ലാൻഡ് ടാക്സ് റീഫോംസ് അല്ലെങ്കിൽ ലാൻഡ് റീഫോംസിന് എതിരായിട്ടാണ് അന്ന് അവിടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അക്രമം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു അക്രമത്തിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഫോർട്ട് വാർത്തയിൽ വന്നിട്ടായിരുന്നു, അല്ലെങ്കിൽ വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്കെതിരെയാണ് ആ ഒരു കർഷകരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിബലിയൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ആ റിബലിയൻ വന്നതും ഈ ഒരു വിശാൽഘട്ട് ഫോർട്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ വിശാൽഘട്ട് ഫോർട്ട് അന്നും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുകൂടി ഓർത്ത് കണ്ടത്. അപ്പോൾ ആക്ച്വലി അതുപോലെ തന്നെ ആംഗ്ലോ മറാത്ത റീജിയൻ സമയത്താണ് ഇത് ഉണ്ടായിരുന്നത് എന്നുകൊണ്ട് തന്നെ പല വിഭാഗം ആൾക്കാരും ഈ ഒരു റിബലിയനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കോലാപൂറൊക്കെ ഈ ഒരു ന്യൂട്രൽ ആയിരുന്നെങ്കിലും ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാരും ഈ ഒരു റിബലിയനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓർത്ത് വെക്കേണ്ട വിശാൽഘട്ട് ഫോർട്ട് എവിടെയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബേസിക്കലി വാർത്തയിൽ വന്നതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, ഏറ്റവും സീനിയർ ആയിട്ടുള്ള IAS ഓഫീസർ ആയിട്ടുള്ള TV സോമനാഥനെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു എന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ആരാണ് ക്യാബിനറ്റ് സെക്രട്ടറി, എന്താണ് അദ്ദേഹത്തിൻ്റെ റോള് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഗവേണൻസിൽ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത്, ഓൾ ഇന്ത്യ ഓഫീസേഴ്സിൻ്റെ ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ പഠിക്കും. നമുക്ക് നോക്കാം. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്യൂറോക്രസിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് ഒഫീഷ്യലാണ്. അതായത് ഈ IASകാരൊക്കെ പോയി അവസാനം എത്തുന്ന പോസ്റ്റാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സിവിൽ സർവൻ്റ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് എക്സ് ഒഫീഷ്യോ ഹെഡ് ഓഫ് സിവിൽ സർവീസ് ബോർഡാണ്. നമ്മുടെ രാജ്യത്തെ സിവിൽ സർവീസസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ഹെഡാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അതായത് ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് ആ ക്യാബിനറ്റ് സെക്രട്ടറി. ആ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണ് സിവിൽ സർവീസ് ബോർഡിന്റെ ഹെഡായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിനെയും ഹെഡാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെയും ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്നുള്ളതാണ്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസസ് ഈ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ്, ഗവൺമെന്റ് ഉണ്ടാക്കുന്ന റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ് പെർഫോം ചെയ്യുന്നതായിട്ടുള്ളത്. ഈ ഒരു ഓൾ ഇന്ത്യ സർവീസസിന്റെ ആ ഒരു ഓൾ ഇന്ത്യ സർവീസസ് ബോർഡിന്റെ ഹെഡായിട്ട് വരുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ ഒരു സിവിൽ സർവീസസ് ബോർഡാണ്
ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്നും കൂടി ഓർത്തുക. അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് കാഡർ പോസ്റ്റാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അതായത് IAS ആയിട്ട് കയറിയ ഒരാൾ ഏറ്റവും സീനിയർ മോസ്റ്റ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ എത്തുന്ന പോസ്റ്റാണ് ക്യാബിനറ്റ് സെക്രട്ടറി എന്നുകൂടി ഓർത്തു വെക്കണം. അതായത് ഓർഡർ ഓഫ് പ്രസിഡൻസ് നോക്കുമ്പോൾ 11th പോസ്റ്റ് ആയിട്ടാണ് ക്യാബിനറ്റ് സെക്രട്ടറി വരിക. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ നേരിട്ട് കീഴിലായിട്ടാണ് ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി പ്രവർത്തിക്കുക എന്നുകൂടി ഓർത്തു വെക്കണം. അപ്പോൾ 2010 വരെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ടേം എന്ന് പറയുന്നത് 4 വർഷമായിരുന്നു. എന്നാൽ 2019 ഇത് 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ ഡ്യൂറേഷൻ 5 വർഷമായിട്ട്, അതായത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് 5 വർഷം വരെ തുടരാം എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യയിലെ IAS ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഓഫീസേഴ്സിൻ്റെ ഒക്കെ പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എക്സെപ്റ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ കീഴിലുള്ള പോസ്റ്റിങ്ങുകൾ ഒഴിച്ചുള്ള മറ്റ് പോസ്റ്റുകൾ, അതായത് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ട്, അപ്പോയിൻറ്റ്സ് കമ്മിറ്റി, അതിലേക്ക് വേണ്ട റെക്കമെൻഡേഷൻസ് നൽകുന്നത് ആരാണ്? ഈ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്ന് ഓർത്തുക. അപ്പോൾ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ അപ്പോയിൻമെന്റ്സ് അത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒരു കമ്മിറ്റിയാണ്, ക്യാബിനറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സീനിയർ സെലക്ഷൻ ബോർഡിന്റെ ചെയർമാനായിട്ട് ആക്ട് ചെയ്യുന്നതും ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ വിവിധ യൂണിയൻ ഗവൺമെന്റിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ ജോയിന്റ് സെക്രട്ടറിമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഈ ഒരു സെലക്ഷൻ ബോർഡിന് സിഗ്നിഫിക്കൻസ് ആണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുടെ സീനിയർ അഡ്വൈസർ ആയിട്ടും വർക്ക് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് നൽകുന്നതും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0യുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന അർബന് കൂടുതൽ ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണ് വാർത്തകൾ വരുന്നതെന്ന് ഓർത്തുക. അപ്പോൾ ആക്ച്വലി ഗവൺമെന്റ് നിലവിൽ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത് ആൾക്കാർക്ക് വീടുകൾ പണിയുന്നതിന്, പ്രത്യേകിച്ചും ഏർബൻ മേഖലയിലുള്ള ആൾക്കാർക്ക് വീടുകൾ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. മുന്നേറ്റ് റൂറൽ മേഖലയിലേക്ക് ഉണ്ടായിരുന്നു, പിന്നീട് അർബൻ മേഖലയിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഇത് നേരത്തെ 1000 കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്, പ്രത്യേകിച്ചും ഫൈനാൻസിയേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ. കാരണം ആൾക്കാർ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ, അതായത് ആൾക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് പണം കടം കൊടുക്കും. അപ്പം ഇങ്ങനെ പണം കടം കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ ആ ഫൈനാൻസിയർ അല്ലെങ്കിൽ ബാങ്കുകൾ ബുദ്ധിമുട്ടിലാവും അല്ലേ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒരു ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേരത്തെ 1000 കോടിയാണ് അവർക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആരെങ്കിലും ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അത് സെറ്റിൽ ചെയ്യുന്നതിനുണ്ട്. അത് 3000 കോടിയിലേക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് നാഷണൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏകദേശം 1 കോടിയോളം അർബൻ മേഖലയിലുള്ള നഗരപ്രദേശങ്ങളിലുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലീസിനും ഹൗസിംഗ് അസിസ്റ്റൻസ് നൽകുക, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഹൗസിംഗ് അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമായിട്ടുള്ളത്. ടോട്ടൽ ഈ ഒരു പദ്ധതിയിൽ 10 ലക്ഷം കോടിയാണ് മൊത്തം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 2.3 ലക്ഷം കോടിയാണ് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഈ ഒരു കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനും അർബൻ ലോക്കൽ ബോഡീസും അതുപോലെ തന്നെ ആർക്കാണോ വീട് വെക്കുന്നത് അവരും ചേർന്നിട്ടാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് മൊത്തം വീട് വെക്കാനുള്ള പൈസ കൊടുക്കില്ല, അതിൽ കുറച്ച് എമൗണ്ട് സെൻറ്റർ കൊടുക്കും, കുറച്ച് സ്റ്റേറ്റ് എടുക്കണം, മറ്റ് ബോഡീസ് കുറച്ചെടുക്കണം, കുറച്ച് പൈസ ആ ബെനിഫിഷ്യറി എടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു PMU 2.0ൻ്റെ കീഴിൽ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ സബ്മിഷൻ ടിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു നോക്കാം. അതുപോലെ തന്നെ ഏകദേശം 118.64 ലക്ഷം വീടുകൾ ഓൾറെഡി ഈ ഒരു പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ കീഴിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് ഒരു നോബൽ ലൗറേറ്റ് ആയിട്ടുള്ള, അതായത് നോബൽ പ്രൈസ് കിട്ടിയ എക്കണോമിസ്റ്റ് അദ്ദേഹം ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യ ഒരു പ്രോഗ്രസീവ് ക്യാപിറ്റലിസത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഫ്രീ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, എന്താണ് പ്രോഗ്രസീവ് ക്യാപിറ്റലിസം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ഇൻകം ഇനീക്വാലിറ്റി വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രസീവ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് നോബൽ ലൗറേറ്റ് ആയിട്ടുള്ള ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് അദ്ദേഹം പറഞ്ഞത് ഫ്രീ മാർക്കറ്റുകൾ എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട്, പ്രത്യേകിച്ചും ഫ്രീ മാർക്കറ്റുകൾ. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്.
ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.